399 2 ലിപ്സ്റ്റിക് കിട്ടുന്നുണ്ട്. നമ്മളെ പെട്ടെന്ന് തന്നെ ഒരു ബ്രൈറ്റ് ലുക്കിലേക്ക് കൊണ്ടുവരും. ഓ നൈസ് 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 നൈസ്. കുറച്ചധികം നര കൂടുന്നുണ്ടോ എന്ന് സംശയം ഇല്ലാതില്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഫേവറേറ്റ് സീരീസ് ആണ്. നമ്മളിന്ന് കുറച്ച് ലിപ്സ്റ്റിക് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ റാൻഡം ആയിട്ട് കുറെ ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്ന വീഡിയോസ് ഒത്തിരി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്ത കണ്ടുനോക്കാം. താഴെ ഞാൻ പ്ലേലിസ്റ്റ് കൊടുത്തേക്കാം. അപ്പോൾ അതിൽ കുറച്ചധികം നല്ല നല്ല ലിപ്സ്റ്റിക്കുകളൊക്കെ നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നും അതുപോലെ കുറച്ച് ലിപ്സ്റ്റിക് നമ്മൾ ഇന്ന് വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോവാണ്. വീഡിയോക്ക് പോകുന്നതിന് മുന്നേ ഇപ്പോൾ വാലന്റൈൻസ് ഡേ സെയിൽ നടക്കുകയാണ്. നമ്മുടെ ആമസോണിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഒരുപാട് നല്ല ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ പ്രോഡക്റ്റിന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് എൻ്റെ ഡ്രസ്സും എൻ്റെ ഹെയറുമായിട്ട് നല്ല മാച്ച് ആവുന്നുണ്ട്. കാര്യം ഒരുപാട് നരയുണ്ട്. കളർ ചെയ്യണം ഇനി. ഓക്കെ, കുറച്ചധികം നര കൂടുന്നുണ്ടോ എന്ന് സംശയം ഇല്ലാതില്ല. എനിവേസ്, ഒരു ബന്ധമില്ലാത്ത ഹെയർ ബാൻഡ് ഒക്കെ എടുത്തിട്ടാണ്. ഒന്നും കാണാനില്ല. ഈ കുഞ്ഞു വാവയുടെ ഇടയില് നമ്മള് സാധനങ്ങളൊക്കെ തപ്പാൻ പോയി കഴിഞ്ഞാൽ ഒരു നേരം ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ ഞാൻ വാവയെ ഉറക്കി കിടത്തിട്ട് ഓടി വന്ന് വീഡിയോ എടുക്കുന്നതാണ്. കാര്യം വീഡിയോ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ സെയിൽ കഴിയും. പിന്നെ സെയിൽ കഴിഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ആവറേജ് ഫേവറേറ്റ് ആയിട്ടുള്ള വിനൈൽ ലിപ്സ്റ്റിക് ആണ്. മേബ്ലിന്റെ വിനൈൽ ഇങ്ക് ലിപ്സ്റ്റിക് ആണ്. ആവറേജ് ഫേവറേറ്റ് എന്ന് പറയാൻ കാരണം ഇതിന്റെ കളർ ഷെയ്ഡ്സിന്റെ ഒന്നും അല്ല, ഇതിന്റെ കൺസിസ്റ്റൻസി കുറച്ചൊരു തിക്കർ കൺസിസ്റ്റൻസി ആണ്. അപ്പൊ ചിലർക്ക് അതായത് എല്ലാവർക്കൊന്നും അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ഇഷ്ടപ്പെടണമെന്നില്ല. എസ്പെഷ്യലി ലിക്വിഡ് ലിപ്സ്റ്റിക് വരുമ്പോഴത്തേക്കും കുറച്ചൊരു ലൈറ്റ് വെയിറ്റ് ആണെങ്കിലാണ് ഈസി ടു ക്യാരി. പക്ഷെ ഇത് കുറച്ചൊരു ഹെവിയർ സൈഡിലോട്ടാണ്. ടു മച്ച് ഹെവി അല്ല, എന്നാലും ഒരു ഹെവിയർ സൈഡാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം 800 ആ ഒരു റേഞ്ച് വരും. പക്ഷെ ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 476 റുപ്പീസ് ആയിരുന്നു. പ്രൈസ് വേരി ചെയ്തിരിക്കും. എപ്പം ഡ്രോപ്പ് ആവുന്നു അപ്പോൾ വാങ്ങിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ട്രൈ നോക്കാം. ട്രൈ ചെയ്തിട്ട് ഷെയ്ഡ് ഏതാന്ന് പറയാം കേട്ടോ. ആദ്യം നമ്മളിത് നന്നായിട്ട് തന്നെ ഷേക്ക് ചെയ്ത് കൊടുക്കണം. ഷേക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതൊരു ഗ്ലോസി കൈൻഡ് ഓഫ് ഫിനിഷ് ആണ് ഈ ഒരു റേഞ്ചിന് വരുന്നത്. പ്രോഡക്റ്റ് നല്ലതായിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഓക്കെ, നല്ല ഭംഗിയായിട്ടാണ് പാക്കേജിംഗ് ഒക്കെ വരുന്നത്. ഇത് എന്റെ കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡ് അല്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് ലുക്സ് ഗുഡ്. ഓക്കെ, നല്ലൊരു ഗ്ലോസി ഫിനിഷ് ആണ് വരുന്നത്. കണ്ട ഒരു ലൈറ്റ് വെയിറ്റ് ഫിനിഷ് ഇല്ലേ, നല്ലൊരു ഫിനിഷിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ബട്ട് ഒരു സ്റ്റിക്കി കൈൻഡ് ഓഫ് തിങ് ആണ്. ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. ഗ്ലോസി ഫിനിഷ് ഒക്കെ അങ്ങനെ തന്നെ നിൽക്കും ലാസ്റ്റ് വരെ. അതൊക്കെ അടിപൊളിയാണ് ഇതില്. ബട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിൽ മാത്രമാണ് ചെറിയൊരു ഇതുള്ളത്. അതർവൈസ് നൈസ് പ്രോഡക്റ്റ് ആണ്. ട്രൈ ചെയ്ത് നോക്കട്ടെ. ഷെയ്ഡ് വന്നിട്ട് കോയ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. സോ നെക്സ്റ്റ് വൺ വന്നിട്ട് മാർസ് എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക് ആണ്. ഈ ഒരു ക്രയോൺ ലിപ്സ്റ്റിക് നമ്മൾ ഒരെണ്ണം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മറ്റേ ഗേൾ പവർ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് വന്നിട്ട് ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് 90. പക്ഷെ ഇതിന്റെ ഷെയ്ഡ് നോക്കുമ്പോഴത്തേക്കും അതും ഇത് ഏകദേശം ഒരുപോലെ ഇരിക്കുന്നു. ബട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ ഈ ഹാളിൽ കാണിക്കുന്ന എല്ലാം 500 റുപ്പീസിന് താഴെ വരുന്ന പ്രോഡക്റ്റ് ആണ്. അത് ഞാൻ വാങ്ങിച്ചപ്പോൾ 500 റുപ്പീസിന് താഴെ വന്ന പ്രോഡക്റ്റ് ആണ്. പക്ഷെ ആക്ച്വൽ റീറ്റെയിൽ പ്രൈസ് 800 റേഞ്ചിൽ വരുന്ന പ്രൊഡക്റ്റും ഉണ്ട്. ഓക്കെ, അപ്പം ഇതൊരു ക്രയോൺ ലിപ്സ്റ്റിക് ആണ്. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഒരു ലൈക്ക് ലിപ്സ്റ്റിക് ആണ്. നല്ല കുറേ ഷെയ്ഡ്സും ഇതിൽ അവൈലബിൾ ആണ്. ഒരു വൈറലായ ഷെയ്ഡായിരുന്നു ഗേൾ പവർ എന്ന് പറഞ്ഞാൽ, നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. പെൻസിൽ പോലെ ഇങ്ങനെ കൊണ്ടുപോയി അപ്ലൈ ചെയ്താൽ മതിയല്ലോ. ഇത് എന്റെ കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാ. നൈസ് 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 നൈസ്. ഈ ഷെയ്ഡ് അങ്ങനെ ആരും ട്രൈ ചെയ്ത് കണ്ടില്ല, ബട്ട് ഇറ്റ്സ് എ നൈസ് ഷെയ്ഡ്. ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ഷെയ്ഡ് ട്രൈ ചെയ്ത് നോക്കാം. വളരെ നല്ലൊരു ഷെയ്ഡാണ്. ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് 19 ആണ് നമ്പർ. ഇതിന്റെ പ്രൈസ് വരുന്നത് 279 റുപ്പീസ് ആണ്. ഞാനൊരു 235 റുപ്പീസിനാണ് സെയിൽ വന്ന സമയത്ത് വാങ്ങിച്ചത്. ഇപ്പോഴും ആ പ്രൈസ് തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക്കിനെ കുറിച്ച് ഞാൻ ലാസ്റ്റ് പറയാം. ഇത് നമുക്ക്
399 രണ്ട് ലിപ്സ്റ്റിക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല രണ്ട് ഷെയ്ഡ്സ് ആണ്. അത് നമുക്ക് ലാസ്റ്റ് പറയാം കേട്ടോ. അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മേബ്ലിനിൽ നിന്നുള്ള ഷെയ്ഡാണ്. മേബ്ലിൻ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്. പ്രൈസ് വരുന്നത് 429 ആണ്. ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഷെയ്ഡാണ്. എനിക്ക് ആ സമയം കുറച്ച് നാൾ മുന്നേ 2 വർഷം മുന്നേ കണ്ട് എൻ്റെ കയ്യിൽ ഈ ഷെയ്ഡ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷെയ്ഡായിരുന്നു. അപ്പം നമുക്ക് 2 വർഷമൊന്നും ഒരു ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, എക്സ്പയർ ആയി പോകുമല്ലോ. അപ്പം ഈ ഷെയ്ഡ് ഒന്നുകൂടെ വാങ്ങിക്കാന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചതാ. ഷെയ്ഡ് വന്നിട്ട് ന്യൂഡ് നോൺസ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. നോൺ ഡ്രൈയിങ് ലോങ് ലാസ്റ്റിംഗ് ഫോർമുലയാണ്. മേബ്ലിൻ ലിപ്സ്റ്റിക്സ് ഒക്കെ ഓൾമോസ്റ്റ് നല്ല എന്താ പറയാ, കുറേ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഈ ഒരു ബ്രാൻഡിൽ അവൈലബിൾ ആണ്. മേബ്ലിൻ ബ്രാൻഡിൽ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക്സും ആണ്. ഇതിൽ എനിക്ക് അന്നും ഇന്നും ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു കാര്യമുള്ള ഒരു മരുന്നിന്റെ മണമാണ്. എനിക്കത് ഇഷ്ടമേ അല്ല. ഷെയ്ഡ് നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. ഇതൊരു ബ്രൗൺ ലിപ് ലൈനറിന്റെ കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ബ്രൗൺ ഓർ മെറൂൺ ഷെയ്ഡിന്റെ കൂടെ പെയർ ചെയ്താൽ നല്ലതായിരിക്കും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ കാക്ക എല്ലാം ഉണ്ട്, എവിടെ എന്തൊക്കെയോ വിളിക്കുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ന്യൂഡ് നോൺസ് എന്ന് പറഞ്ഞ ഷെയ്ഡ്. ഇത് ഡ്രൈ ആവണവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇച്ചിരി നേരം എടുക്കും ഡ്രൈ ആവാൻ. അത്യാവശ്യം ഡ്രൈ ആയി. ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. നോൺ ഡ്രൈയിങ് ആണ്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ അടുത്ത ലിപ്സ്റ്റിക്. ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ അല്ലേ, 214 റുപ്പീസിനാണ് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് വാങ്ങിച്ചത്. വെരി നൈസ് ലിപ്സ്റ്റിക്, നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ മീൻ ഓൾറെഡി ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്, ബട്ട് സ്റ്റിൽ അന്നും ഇന്നും എല്ലാം ഇത് ഒരുപോലെ തന്നെയാണ്. എക്സ്ക്ലൂഡിങ് അതിന്റെ ആ മണം. ഓക്കെ, അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയൊക്കെ അടിപൊളിയാണ്. ഇപ്പൊ തന്നെ അത് ഡ്രൈ ആയി, ട്രാൻസ്ഫർ പ്രൂഫ്, അടിപൊളി ലിപ്സ്റ്റിക്. സോ നെക്സ്റ്റ് വൺ നമ്മുടെ അഫോർഡബിൾ റേഞ്ചിൽ ലിപ്സ്റ്റിക്സ് ഒക്കെ ഇറങ്ങുന്ന ബ്രാൻഡാണ് മാർസ്. ഈ ഒരു റേഞ്ച് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ഓൾ ലൈറ്റ്സ് ഓൺ യു. ഓക്കെ, മാറ്റ് ഫിനിഷ് ആണ്, മൂസ് ഫോർമുലയാണ്. 24 ഷെയ്ഡ്സ് ഇതിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അതിൽ റോക്കി ക്യാൻഡി എന്ന് പറയുന്ന ഷെയ്ഡാണ് നമ്മളിപ്പോൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. സോ ദിസ് ഇസ് ദ പാക്കേജിങ്. മാർസ് പോപ്പ് സ്റ്റാർ ഓൾ ലൈറ്റ്സ് ഓൺ യു. ഓക്കെ, ഇതിന്റെ പ്രൈസ് വരുന്നത് 249 റുപ്പീസ് ആണ്. ഓ, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന്റെ പാക്കേജിങ് ആയിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. കണ്ടിട്ടേ ഉള്ളൂ, ഞാൻ ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇതാണ് പാക്കേജിങ് വരുന്നത്. പ്രിറ്റി ഗുഡ് പാക്കേജിങ്, കുഴപ്പമില്ല. ഓക്കെ, അത്യാവശ്യം ഒരു ബ്രൈറ്റ് ഷെയ്ഡാണ്. ലിറ്ററീസ് അതിൻ്റെ ഇടയിൽ വേണ്ടിട്ട് 10 മിനിറ്റ് എന്ന് പറഞ്ഞ് ഓടി വന്നതാ. ഇത് ഇപ്പൊ ഞാൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഓ നൈസ്. കറക്റ്റ് ആയിട്ടാണ് ഇട്ടേക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, ഒന്നും പറയാല്ല, അടിപൊളി ഷെയ്ഡ്. നമ്മളെ പെട്ടെന്ന് തന്നെ ഒരു ബ്രൈറ്റ് ലുക്കിലേക്ക് കൊണ്ടുവരും. നൈസ് ഷെയ്ഡ്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ചില ലിപ്സ്റ്റിക് ഈവൻ ഹൈ എൻഡ് ആണെങ്കിൽ പോലും ഭയങ്കര ഹെവി ആയിട്ട് നമുക്ക് തോന്നും. ഇത് ഇടുമ്പോഴേ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നല്ലൊരു ബ്രൈറ്റ്നെസ് നമുക്ക് തരുന്നുണ്ട്. നല്ല ഫിനിഷാണ്. ഇട്ടെന്നേ തോന്നില്ല, അത്രയ്ക്ക് സുഖമുണ്ട് ഇടാനായിട്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ലിപ്സ്റ്റിക് അടിപൊളിയാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഒരു രക്ഷയില്ല. ഇതിന് യൂസ് ചെയ്താലേ ഇത് ട്രാൻസ്ഫർ പ്രൂഫ് അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ഇതൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കറന്റ് ഉള്ള ട്രാൻസ്ഫർ പ്രൂഫ് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് പറയാം. ട്രാൻസ്ഫർ പ്രൂഫാണ്. ഓക്കെ, ലോങ് ലാസ്റ്റിംഗ് ആണോ എന്നില്ലോ എന്നൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുമ്പോഴത്തേക്കും അതിൽ പറയാം. ബട്ട് അതർവൈസ് അടിപൊളി ലിപ്സ്റ്റിക്. 200 സംതിങ് ഉള്ളതിന്റെ പ്രൈസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, താഴെ ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. സോ നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു പാക്കറ്റ് ആണ്. ഇതിൽ നമുക്ക് 2 ലിപ്സ്റ്റിക് കിട്ടുന്നുണ്ട്. മിനീസ് ആണ് കിട്ടുന്നത്. ഇതിന്റെ ഒരു ലിപ്സ്റ്റിക് ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ട്, ഫുൾ സൈസ്. അത് അടിപൊളി ഷെയ്ഡായിരുന്നു. കൊക്കോ ക്രഷ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അത് ഞാൻ ഇന്ന് ട്രൈ ചെയ്യുന്നില്ല. ബട്ട് ഓ മൈ ഗോഡ്, ഫുൾ സൈസ് ആ കിട്ടുന്നേ. സോറി ഏട്ടാ, ഞാൻ വെച്ച് മിനീസ് ആയിരിക്കും. ഇതേ സൈസ് തന്നെയാണ് മറ്റതും. ഇവിടെ അതിന്റെ പ്രൈസ് ഡിഫറൻസ് ആണ്. ഓക്കെ, 399 നമുക്ക് ഫുൾ സൈസ് കിട്ടുന്നുണ്ട്. കൊക്കോ ക്രഷ് എന്ന് പറഞ്ഞ ഷെയ്ഡ് ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്ന മെറൂൺ മേവ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഓക്കെ, ഇത് അന്ന് ഞാൻ ഇതുപോലെ പൊട്ടിച്ചപ്പോഴത്തേക്കും എന്ത് പറ്റി, ലിപ്സ്റ്റിക്കേ പൊട്ടിപ്പോയി. ഓക്കെ, അതുകൊണ്ട് സേഫ് ആയിട്ട് എല്ലാ പ്ലാസ്റ്റിക് കവേഴ്സും ഊരിയിട്ട് വേണം നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട്.
നിങ്ങളാണെങ്കിലും അത് അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്, അത് ഇളക്കി കളഞ്ഞിട്ട് തുറക്കാൻ നോക്കാം. ഞാൻ അന്ന് ഇങ്ങനെ പിടിച്ചാക്കിയപ്പോഴത്തേക്കും ഇതോടെ പൊട്ടി കയ്യിൽ വന്നു. അപ്പം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഈ ഒരു പോർഷൻ പൊട്ടി കയ്യിൽ വന്നു. താങ്ക് യു. ഞാൻ നല്ല വെയിലത്താട്ടോ വന്നിരിക്കുന്നത്. അടിപൊളി. ലിറ്ററലി എനിക്ക് ഒന്നും കണ്ടുകൂടാ, കാര്യം നല്ല വെയിലുണ്ട്. താങ്ക് യു. ലിക്വിഡ് ലിപ്സ്റ്റിക്കിന്റെ ഒരു കാര്യം എന്താണെന്നറിയോ? പെർഫെക്റ്റ് ആയിട്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ കണാക്കുണ എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ ഇതെങ്ങനെ ഇരിക്കണമെന്ന് എനിക്ക് സത്യത്തിൽ കണ്ടുകൂടാ. ഞാനിപ്പോ വെളി വന്ന് വീഡിയോ എടുക്കുന്നതിന്റെ കാര്യം, താഴെ 2 ബേബീസ് ഉണ്ട്. 2 പേരും 2 സൈഡിൽ നിന്ന് ബഹളം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരാളിന്റെ തലയിൽ കയറിയിരിക്കും, ഒരാൾ എന്തൊക്കെയാ ചെയ്യണമെന്ന് പോലും അറിഞ്ഞുകൂടാ. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ലിപ്സ്റ്റിക് ആണ്. ലൈറ്റ് വെയിറ്റ് ആണ്, അഫോർഡബിൾ ആണ്. 399 നമുക്ക് 2 ലിപ്സ്റ്റിക് കിട്ടുന്നുണ്ട്. ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷേ 2 ഡിഫറെന്റ് ലിപ്സ്റ്റിക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രാൻസ്ഫർ പ്രൂഫ് ആകാൻ ചാൻസ് ഉണ്ട്. ഇത് മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത് കുറച്ചു നേരം ലാസ്റ്റ് ചെയ്യും. പിന്നെന്താ പറയാനുള്ളത്? ഓയിലി ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് നോക്കി കണ്ടൊക്കെ കഴിക്കുക. അതർവൈസ് നല്ലൊരു ലിപ്സ്റ്റിക്കാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ചില ലിപ്സ്റ്റിക്കിനെ പോലെ അത്ര ഹെവി ഒന്നുമല്ല. അപ്പൊ നിങ്ങൾക്ക് അഫോർഡബിൾ റേഞ്ചിൽ ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ലിപ്സ്റ്റിക് ഹോൾ ഇവിടെ കഴിഞ്ഞു. ഈ ഒരു ലിപ്സ്റ്റിക് ഹോളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡ് ഏതാന്നുള്ളത് താഴെ കോമെന്റ് ചെയ്യുക. എനിക്ക് ലാസ്റ്റ് ട്രൈ ചെയ്ത ഷെയ്ഡ്സ് എല്ലാം, പുതുതായിട്ട് ട്രൈ ചെയ്ത ഷെയ്ഡ്സ് എല്ലാം ഓൾമോസ്റ്റ് ഇഷ്ടപ്പെട്ടു. നല്ല ബ്രൈറ്റ് ഷെയ്ഡ്സ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബ്രൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. അതിന് മുന്നേ ലിങ്ക് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. Until then, take care, bye. എവിടെയാ ധൃതിപ്പെട്ട് ഓടണമെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഒരു വാവ അവിടെ കിടന്ന് കരയാണേ. ഓക്കെ, ബൈ.